ലോകമെമ്പാടും വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങളും വിവേചനങ്ങളും അനുഭവിക്കുന്ന ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കുവാൻ വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്ത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ. ഇറ്റലിയിലെ സിസിലിയിലുള്ള കറ്റാനിയയിൽ വിശുദ്ധ അഗതയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചതിന്റെ 900 വർഷം പൂർത്തിയായതിനോടനുബന്ധിച്ച് അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ നൽകിയ വചന സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആദ്യകാല രക്തസാക്ഷികളുടെ മാതൃക അനുസ്മരിച്ച കർദിനാൾ ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ക്രൈസ്തവർ കടുത്ത വിവേചനങ്ങളും പീഡനങ്ങളും നേരിടുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. അത്തരം സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സഹോദരങ്ങൾക്കായി ആഗോള കത്തോലിക്ക സമൂഹം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. 3-ാം നൂറ്റാണ്ടിലെ രക്തസാക്ഷിയായ വിശുദ്ധ അഗതയുടെ തിരുശേഷിപ്പുകൾ 1126 ഓഗസ്റ്റ് 17-നാണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് സിസിലിയിലെ കറ്റാനിയയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഈ ചരിത്രപ്രസിദ്ധമായ തിരിച്ചുവരവിന്റെ 9-ാം ശതാബ്ദി സ്മരണ പുതുക്കിക്കൊണ്ട് നഗരത്തിലൂടെ പിയാസ ഡുവോമോയിലേക്ക് 7.5 കിലോമീറ്റർ നീളുന്ന ഭക്തിനിർഭരമായ തീർത്ഥാടന പ്രദക്ഷിണം നടന്നു. തുടർന്ന് വിശുദ്ധ അഗതയുടെ ശിരോവസ്തി ഭാഗം വിശ്വാസികൾക്കായി പ്രദർശിപ്പിക്കുകയും അതിനുശേഷം വിശുദ്ധയുടെ മനോഹരമായ തിരുശേഷിപ്പ് അർദ്ധകായ പ്രതിമയ്ക്കുള്ളിൽ സ്ഥാപിക്കുകയും ചെയ്തു. മറ്റു തിരുശേഷിപ്പുകൾ വെള്ളിപ്പേടകത്തിലേക്ക് തിരികെ മാറ്റി. ഇതിനുശേഷമാണ് കറ്റാനിയയുടെ കാവൽ വിശുദ്ധയുടെ തിരുസ്വരൂപത്തിൽ കർദിനാൾ പിയത്രോ പരോളിൻ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തിരുമുടി അണിയിച്ചത്.